Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയ മുഖവരൊന്നും ഇല്ലാതെ തന്നെ ഞാൻ പറയാം, ഒരു ഫിഷ് കറിയാ ചെയ്യാൻ പോകുന്നത്. എന്നാ പിന്നെ എൻ്റെ പ്രേക്ഷകർ ചോദിക്കും, പിന്നെ ഫിഷ് കറി വെക്കാൻ ഇവിടെ ആർക്കും അറിയാമേലാന്ന്. ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു എളുപ്പ വഴിയിൽ ഒരു മീൻകറി ചെയ്യാന്ന്. പക്ഷെ ആ മീൻകറിയിൽ നമ്മൾ സാധാരണഗതിയിൽ ചെലവിൻ്റെ കാര്യം, ഇപ്പോഴത്തെ കാര്യം ആലോചിക്കുമ്പോൾ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വില ആയതുകൊണ്ടും, പക്ഷെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ടും കൂടെ മാത്രമാണ്. പക്ഷെ തേങ്ങയ്ക്ക് ഒരു ഇച്ചിരി വില കൂടുതലായതുകൊണ്ട് ഇന്ന് തേങ്ങാപ്പാലിൽ ആണ് ഞാൻ മീൻകറി വെക്കുന്നത്. ഇനി ഇപ്പോൾ ഒരു കാര്യം പറയാം, നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു, തേങ്ങ അരച്ചാലും കുഴപ്പമില്ല. പിന്നെ മീൻകറി വെക്കുമ്പോൾ തേങ്ങ അരച്ച മീൻകറി വെക്കുവാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത മീൻകറി ഇല്ലേ, അങ്ങനെ വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് പച്ച തേങ്ങ, ഏറ്റവും രുചിയായിട്ട് കിട്ടുന്നത്. ഇനി അതൊന്നും ഇല്ല, വീട്ടിലിപ്പോൾ ഇന്ന തേങ്ങയേ ഉള്ളൂ ഒന്ന് പറയുവാന്നേൽ പിന്നെ അതായാലും മതി. പക്ഷെ ഒരൊറ്റ കാര്യം എന്നാന്ന് വെച്ചാൽ, ഈ ഒരു കറി എന്ന് വെച്ചാൽ തേങ്ങാപ്പാലില്ല. ഇനിയിപ്പോൾ എന്നാന്നോ, തേങ്ങാപ്പാൽ എടുക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കിപ്പം എന്നാ പറയുക, വിപണിയിലൊക്കെ ഇഷ്ടം പോലെ തേങ്ങാപ്പാലിൻ്റെ പൊടിയൊക്കെ കിട്ടുന്നില്ലേ, അത് ചെയ്താലും മതി. പക്ഷെ തേങ്ങയോളവും വരികയല്ല, നമ്മൾ മേടിക്കുന്ന പൊടി അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ എന്നെ ചീത്ത പറയരുത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രൈഡ് ഫിഷ് കറിയാണ് വെക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യണ്ടെന്ന് വിചാരിച്ചു, എന്താ പറയുക, പച്ചമീൻ അങ്ങനെ എടുത്തിടാനാണെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെക്കുമ്പോൾ ഒരു ഇച്ചിരി രുചിയായിട്ടും വെറൈറ്റി ആയിട്ട് വെക്കുമ്പോഴാണല്ലോ നമുക്ക് ടേസ്റ്റ് കൂടുന്നത്. അപ്പം ഇന്ന് അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടിനകത്തുള്ള സകല സാധനങ്ങളേ ഉള്ളൂ. പക്ഷേ അതിനൊരു ചെറിയ വ്യത്യാസം അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യമേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, രീതിക്കൊരു വ്യത്യാസം അത്രേ ഉള്ളൂ. പക്ഷേ ഇൻഗ്രീഡിയൻസ് വൈസ് നോക്കുവാണെങ്കിൽ സെയിം സാധനം നമ്മൾ എപ്പോഴും ചെയ്യുന്നത്, ഇത് തന്നെയല്ലേ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതെന്ന് തോന്നും. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് വേണ്ടി എന്നാന്ന് വെച്ചാൽ, ആസ് എപ്പോഴും ചെയ്യുന്ന പോലെ സ്റ്റാർട്ടിങ് വിത്ത് മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടിയത്, ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. എന്നാന്ന് വെച്ചാൽ ഒത്തിരി എരിവ് എനിക്ക് ഇഷ്ടമല്ല, എന്നാലും മീൻകറി ആകുമ്പോൾ ഇച്ചിരി ഉപ്പും എരിവും പുളിയും എല്ലാം വേണം. പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് കുറച്ച് കുറവാണ് എനിക്ക്. പിന്നെ വേണ്ടിയത് കുടംപുളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഒരു 3 വലിയ കഷ്ണം, അതായത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. നമുക്ക് പുളി അനുസരിച്ച് ആദ്യം ഒരു കഷ്ണം പുളി ഇട്ടേച്ച് ആ വെള്ളവും അങ്ങ് ചേർക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് 2 പച്ചമുളകോ 3 ഏതാ നമ്മുടെ എരിവ് അനുസരിച്ച്. പിന്നെ വേണ്ടിയത് കുറച്ച് ഉലുവയോ ഉലുവാപ്പൊടിയോ ഏതേലും ചേർക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി, ഒരു കഷ്ണം, അതായത് ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു വലിയ കഷ്ണം എടുത്തേച്ച് നീളത്തിലരിഞ്ഞാൽ മതി. പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയാണ്. അതും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ കണക്കെന്ന് പറയുന്നത്, നമ്മൾ എത്ര മീനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അത് കണക്കാക്കി എടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി, ഒരു വലിയ വെളുത്തുള്ളി ഒരു 10 എണ്ണം 2ആയിട്ട് കീറിയതാണ് ഞാൻ ഈ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഈ ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം ഉണ്ടാവും. ഇത് ഈ പറഞ്ഞ പോലെ ഒന്ന് മൂപ്പിക്കാനുള്ളതാണ്. ഇനി നമ്മുടെ എന്നാ പറയുന്നത്, ചാറ് എന്ന് പറയുന്നതാണ് ഈ തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഇന്ന് മീൻകറി വെക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഞാൻ മേടിച്ചിരിക്കുന്നത്, ഇത് കുറച്ച് നെമ്മീനാണ് മേടിച്ചേ. ഇനിയിപ്പോൾ നെമ്മീനല്ല, സാധാ മീൻകറിയാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ സാധാ മീൻ, ഏത് മീനിലാണെങ്കിലും നമുക്കിത് വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇനി വെക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇച്ചിരി പണി എന്നാന്ന് വെച്ചാൽ, ഈ മീനിനകത്തോട്ടെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ടൊന്ന് തിരുമ്മി വെച്ചേച്ച് നമുക്ക് മീൻ ഒന്ന് വറക്കണം. മഞ്ഞപ്പൊടി, കുരുമുളക് നമുക്കിനി വേണ്ട കേട്ടോ, പെരട്ടാനായിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്. മീൻ കഴുകി വെച്ചിരിക്കുന്നതാകുമ്പോൾ അതിനകത്ത് തന്നെ ഇച്ചിരി വെള്ളം മയം കാണുവേ, അപ്പം അത് മതിയാവും. പോരാന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളവും കൂടെ നനച്ചേച്ച് ഒന്ന് പുരട്ടി വെക്കാം. ഓക്കെ, ഇനി ഇതിവിടെ പുരട്ടിയതിരിക്കട്ടെ. ഇത് അധികം താമസമൊന്നുമില്ല, കാര്യം നമുക്കിവിടെ സമയമില്ലാത്തതുകൊണ്ടും ഇത് കുറച്ചു നേരം പുരട്ടി വെക്കാൻ നല്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഡയറക്റ്റ്ലി ഇത് വറക്കാൻ പോവാ. അപ്പോൾ ഒരു 5 മിനിറ്റ്.
ഓക്കെ, ഇത് നമ്മൾ ശരിക്കും വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതല്ല, നമ്മുടെ നാടൻ ഭക്ഷണം ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിലാണ് കേരളക്കാർക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ് എൻ്റെ വിശ്വാസം. അതിനാണ് മീൻകറിയും ഇറച്ചിക്കറിയും ഒക്കെ വെക്കുമ്പോൾ ഇച്ചിരി രുചി കൂടുക. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ല, നമ്മുടെ സ്ഥിരം എണ്ണയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനിയിപ്പോൾ എന്തായാലും ഇത് ഒരുപാടങ്ങ് മൊരിച്ചു വറുത്തെടുക്കാനല്ല, ഒരു ഷാലോ ഫ്രൈ അത്രയും മതി. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മീന് ഉപ്പ് എരിവും പുളി ഒക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നുള്ള ചോദ്യം ഇപ്പൊ ചോദിക്കാൻ പാടില്ല. കാര്യം നമ്മൾ കറി വെക്കുമ്പോൾ അതിനകത്തെല്ലാം പിടിക്കും. പക്ഷെ എന്നാലും മീൻ അപ്പാടെ അങ്ങ് ഇടുമ്പോഴത്തേനുണ്ടല്ലോ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവാണ്. അതുകൊണ്ട് മാത്രം ഇത് ചെയ്തത്. ഇതിപ്പോ നമ്മുടെ സെക്കൻഡ് ബാച്ച് വറുത്തോണ്ടിരിക്കുവാണ്. ഇനി എന്നാ ചെയ്യുന്ന വെച്ചാൽ അരപ്പുണ്ടാക്കാൻ പോകും. അപ്പൊ ഫസ്റ്റ് എന്നാ ചെയ്യുന്നത്, നമ്മൾ ഈ ചട്ടിയിലോട്ട് നമ്മുടെ ആ ഫുൾ തേങ്ങാപ്പാല് ഇതിനകത്തോട്ട് ഒഴിക്കുക. നമ്മുടെ ചാറിന്റെ കണക്കാണ് തേങ്ങാപ്പാല്. അതല്ല തേങ്ങയാണെങ്കിൽ അങ്ങനെ ആ ഒരു കണക്കിന് അരച്ചെടുക്കുക. നെക്സ്റ്റ് ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് കുറച്ച് മഞ്ഞപ്പൊടി. അതായത് നമ്മുടെ മീനിന് ഇതെല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും അരപ്പിനൊരു ഇച്ചിരി വേണ്ടേ, അതിന് വേണ്ടി വെച്ചിടും. കാശ്മീരി മുളക് പൊടിയായിടുന്നേ, എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. അതിൻ്റെ കൂടെ ഈ വെള്ളം ഒഴിച്ചേച്ച് അതിൻ്റെ കൂടെ ഒരു വലിയ ചുള, അതായത് ഇത്രയും മുഴുത്ത ഒരു കഷ്ണവും കൂടി ഇടുക. ഇനിയിപ്പോൾ അഥവാ നമുക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു കഷ്ണം പുളിയും കൂടി ഇടാവേ. എന്ന് വെച്ചാൽ 2 പച്ചമുളക് ഇതൊന്ന് കീറിയിടാം. എരിവ് ഇച്ചിരി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക പച്ചമുളക് ഇടാം കേട്ടോ. അതല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ മുളക് പൊടിയുടെ എരിവാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ. സാധാരണ മീൻകറി തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഉണ്ടല്ലോ ഈ രണ്ടും ചേർക്കാറുണ്ട്. അതായത് മുളക് പൊടിയും ചേർക്കാറുണ്ട്, അതേപോലെ തന്നെ നമ്മൾ പച്ചമുളകും ചേർക്കാറുണ്ട്. ഇത് ഇവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. ആ സമയം ഈ വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കി നേട്ടാ ഞാൻ മീൻ അങ്ങ് വേവോളം, മീൻ അധികം വേവില്ല, പക്ഷെ എന്നാലും ഉദ്ദേശിക്കുന്ന പോലെ ഉള്ള ഫ്രൈ ഞാൻ ആക്കിയിട്ടില്ല. ചെറിയൊരു ഷാലോ ഫ്രൈയേ ചെയ്തിട്ടുള്ളൂ. മീൻ മുഴുവൻ വെന്തോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ വെന്തു, മീനിന് വേവില്ല, ഒന്നുകൂടെ ഞാൻ പറയാം. പക്ഷെ എന്നാലും മീൻകറി എപ്പോഴും നമ്മുടെ മീനൊന്ന് അരപ്പി കിടന്നിട്ട് തിളയ്ക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അതുകൊണ്ട് ഞാനൊരു 3/4 വെന്തു എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ആക്ച്വലി ഈ നമ്മുടെ ഇതിൻ്റെ അരപ്പുണ്ടല്ലോ, അതായത് ഈ ചീനച്ചട്ടി കിടക്കുന്ന അരപ്പ് ആക്ച്വലി കളയരുത്. ഇതൊക്കെ ആ കറിയിൽ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ആക്ച്വലി വരുന്നത്. ഞാനിതൊന്ന് ആ കട്ടയൊക്കെ ഒന്ന് അലുത്ത് കഴിയുമ്പോഴത്തേക്ക് തുറന്നു പറയാലോ, ഞാനത് ചേർക്കും. ചേർത്തിട്ട് പുതിയ എണ്ണ ഒഴിച്ചായിരിക്കും ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചേർത്ത മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയൊക്കെ ഈ ഇച്ചിരി കട്ടയായിട്ട് കിടക്കുമല്ലോ, അതൊന്ന് അലുത്ത് കഴിഞ്ഞാൽ വേണ്ടേ, അത് പറയേണ്ട താമസം തന്നെ അതങ്ങ് അലുത്തു. പക്ഷെ ഞാൻ ഈ അരപ്പൊടി ഇതിനകത്തോട്ട് ചേർക്കും, ഇത് കളയുകയില്ല. ഇനി ഇതിനകത്തോട്ട് മീനിന് ഈ അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ഇടാവുള്ളൂ. കാര്യം നമ്മൾ മീൻ വറുത്തപ്പം മീനിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്തായിരുന്നു. മീനും കൂടി ഇട്ട് തിളച്ചതിന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി. പുളിയുടെ കാര്യവും അങ്ങനെയാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കാം. മീൻകറി വെക്കുമ്പം എപ്പോഴും അരപ്പ് തിളച്ച് അതിൻ്റെ ഉപ്പും പുളിയും നോക്കിയതിന് ശേഷമേ സാധാരണഗതിയിൽ മീൻ ഇടാറുള്ളൂ. അതേ സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് എനിക്കും ഇവിടെ ആവശ്യം. നമ്മുടെ അരപ്പ് തിളച്ചുകൊണ്ടിരിക്കുക, അറിയാമല്ലോ, പുക ചുറ്റും വരുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലേ. വേണ്ടേ, നല്ല അസലായിട്ട് തിളച്ചു. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ തീ ഒരല്പം കുറച്ച് വെച്ച് ഞാൻ തണ്ടി വറുത്ത് വെച്ചിരിക്കുന്ന മീന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക.
ഇനി അടുത്ത ചെയ്യാനുള്ള എന്നാന്ന് വെച്ചാൽ ഈ നമ്മുടെ മീൻ തിളയ്ക്കുന്ന സമയം നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പുറത്ത് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുക് വറുക്കാം. ഇച്ചിരി ഒഴിക്കാവുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വറുത്ത എണ്ണ കംപ്ലീറ്റ് ഇതിനകത്ത് എടുത്തു. ആ എണ്ണ എന്തുകൊണ്ട് കടുക് വറുക്കാൻ ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയുടെ ഒരു നിറം ഉണ്ടല്ലോ, അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി മൂക്കുന്നതും ഇഞ്ചിയുടെ മൂപ്പ് ഇതൊക്കെ ഒരു ഇച്ചിരി എന്നെ സംബന്ധിച്ച് കുറച്ചൊരളവ് തെറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എന്നെക്കാട്ടിലും എക്സ്പേർട്ടുള്ള ആൾക്കാരുണ്ടെന്ന് അറിയാം. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു കണക്ക് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴും തെറ്റാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു പുതിയ ഒരു എണ്ണ ഒഴിക്കുവാണ്. എന്നാൽ നമ്മൾ ഉപയോഗിച്ച എണ്ണയിട്ട് വേസ്റ്റ് ആക്കിയിട്ടുമില്ല. ഇതിവിടെ തിളക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇച്ചിരി പരന്ന ചീനച്ചട്ടി ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ അത് പറഞ്ഞാൽ ഈ നടുക്ക് തന്നെ നിൽക്കുകയില്ല. ഇതിനകത്തോട്ട് ഒത്തിരി ഉലുവ വേണ്ട, ഒരു 3-4 മണി ഉലുവ ഇട്ടാൽ മതി. എന്നാന്ന് വെച്ചാൽ ഇത് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കഴിക്കുവേ. ഇതിനകത്ത് ഞാൻ കടുക് ഇടുന്നില്ല. ഉണ്ടോ? ഇത്രയും മതി. അതൊന്ന് ഇച്ചിരി ഒന്ന് ചൂടായിക്കോട്ടെ. അല്ല ഉലുവ ഇടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉലുവ പൊടി ഇട്ടേച്ചാലും മതി. ഉലുവ ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഓരോന്നായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം ചേർക്കാം. ഇനിയിപ്പോൾ പച്ചമുളക് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ഇടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തിട്ടൊന്ന് വഴട്ടിയേച്ച് ഇതിനകത്തോട്ട് ഇട്ടേച്ചാലും മതി. ഇതേണ്ടേ ഉലുവ ഒന്ന് ചൂടായി. ഇനി നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി, ഇനി ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ചെറിയ ഉള്ളി. ഇതൊന്ന് മൂക്കുക. വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ 3 സാധനവും കൂടെ ഒന്ന് വറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം ഒരു നല്ല മണം തന്നെ കേട്ടോ. നമ്മൾ ശരിക്കും കടുക് വറുക്കാൻ മൂപ്പിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇച്ചിരി മൂക്കണേ. ഇപ്പൊ കറിവേപ്പില ഇപ്പൊ ഇടണമെന്നില്ല, പക്ഷെ എന്നാലും ആ മണം വന്നപ്പോൾ ഉണ്ടല്ലോ ഇടാനുള്ളൊരു മനസ്സ്. ഓക്കെ, നമ്മുടെ ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എല്ലാം നല്ലതായിട്ട് മൂത്തു. ഒരുപാട് അങ്ങ് കറുപ്പ് വരുന്ന പോലെ അങ്ങ് മൂപ്പിക്കണ്ട. കുറച്ചൊന്നത് ഈ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഈ തിളയ്ക്കുന്ന മീൻകറിക്കകത്തോട്ട് ഇതങ്ങ് ഒഴിച്ചേക്ക്. വെന്ത മീന് തവിയിട്ട് ഇളക്കാൻ പാടില്ല എന്നാണ് കാരണവന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് ഇട്ടങ്ങ് ഒത്തിരി ഇളക്കി ബഹളം വെക്കുവല്ല. ആ മീൻകറിയുടെ മണം ഞാൻ തന്നെ ഇല്ലാതാക്കണ്ട. പക്ഷെ ഇങ്ങനെ ഒരു കറി വെച്ച് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വെന്ത മീനായതുകൊണ്ട്, വേവാത്താണെങ്കിൽ ഞാൻ പറയില്ല, വെന്ത മീനായതുകൊണ്ട് ഒരുപാട് നേരം അടച്ചിട്ടിട്ട് ഒരിക്കലും നമ്മളത് വേവിക്കില്ല. അപ്പോഴത്തേക്കും പൊടിഞ്ഞു പോകും. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നടുക്ക് തവി വെച്ചേച്ച് നമുക്കൊന്ന് മൂടി വെച്ചാലും മതി. അപ്പോൾ ആ മാക്സിമം നമുക്ക് വേണ്ട ചാറ് വന്നേച്ച് ബാക്കി ഇവാപ്പറേറ്റ് ആയി പോയിക്കോളും. അതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടമനുസരിച്ച് നമ്മൾ ആ ചാറ് വേണ്ടിയതും വേണ്ടാത്തതൊക്കെ നോക്കി വെച്ചാൽ മതി. ഈ മീൻകറി ഇനിയിപ്പോൾ ഏതിൻ്റെ കൂടെ കോമ്പിനേഷൻ ചോദിച്ചാൽ അപ്പത്തിന് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. പുട്ടിനും ഒക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ ചപ്പാത്തിക്കൊക്കെ ഇച്ചിരി എരിവുള്ള ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇച്ചിരി എരിവൂടൊക്കെ കൂട്ടാം. ഇനി കപ്പയുടെ കൂടെ ആണെങ്കിൽ കപ്പയുടെ കൂടെ ചിലർക്ക് ഭയങ്കര എരിവുള്ള മീൻകറിയാണ് ഇഷ്ടം. ഇത് ചോറിന് ബെസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ടേസ്റ്റ് ബേസിക്കലി ബേസായിട്ട് ഉപയോഗിക്കുന്ന ഒരു മീൻകറിയാണ്. അത് എരിവ് കുറവ് കൂടുതൽ അങ്ങനെ പറയാൻ പറ്റില്ല, മീഡിയം സാധനം. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയേച്ച് എരിവിൻ്റെ ഏറ്റക്കുറച്ചിലും ചാറിൻ്റെ ഏറ്റക്കുറച്ചിലും ഒക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എന്നെ സംബന്ധിച്ച് ഇച്ചിരി കൂടെ വറ്റി കഴിഞ്ഞാൽ മീൻകറി ഈസ് റെഡി. ഇന്ന് ഇത്രയും ഞാൻ ഒരു സ്പെഷ്യൽ ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വെക്കുന്ന എല്ലാ ഡിഷസും സ്പെഷ്യലാണ്. പക്ഷേ എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നാടോടുമ്പേ നടുവേ ഓടണം എന്നൊക്കെ പറയുന്ന പോലെ സർവത്ര നാഴികയും അടുക്കളയിൽ കിടക്കാതെ കുറച്ചൊക്കെ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ എല്ലാം ഇന്നതുപോലെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കല്ലേ എന്ന് പറഞ്ഞ് പലരും എന്നെ ഉപദേശിക്കാറുണ്ട്. ശരിയാ എന്ന് പറഞ്ഞ പോലെ എത്രയും വേഗം ഒരു മീൻകറിയായി. Annie's Kitchen. Let's cook with love.